ഇന്ത്യയുടെ ഭൂട്ടാൻ സിക്കിം പ്രദേശത്തെ ചൈനീസ് അതിർത്തി നാഥൂല. തന്ത്രപ്രധാനവും ദുർഘടകവുമായ ആ മലമ്പാതയുടെ ഇന്ത്യൻ സേനാ മേഖലകളിൽ 18ാം രജപുത്ര റെജിമെന്റും 2ാം ഗ്രനേഡിയർ ബറ്റാലിയനും 7-11 ഗൂർഖ ബറ്റാലിയനും ചൈനീസ് സേനാ ഔട്ട്പോസ്റ്റുകളെ നിരീക്ഷിച്ചുകൊണ്ട് ജാഗരൂകരായി അവരുടെ ദൗത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. 1962 ചൈന സകല അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ച് യാതൊരു പ്രകോപനത്തിനും മുതിരാതിരുന്ന ഇന്ത്യൻ സൈന്യത്തിനു നേരെ ചതിയിലൂടെ നടത്തിയ അപ്രതീക്ഷിതമായ ആക്രമണം വഴി ഇന്ത്യൻ പ്രദേശത്ത് കടന്നു കയറിയതിന്റെ മുറിവുകൾ ഉണക്കാനും അന്ന് രാജ്യത്തിനും ഇന്ത്യൻ സൈന്യത്തിനുമേറ്റ അഭിമാനക്ഷതം എന്നേക്കുമായി മായ്ച്ചു കളയാനും വർഷങ്ങളായി തങ്ങൾ കാത്തിരിക്കുന്ന ആ അവസരം ഏതു നിമിഷവും തങ്ങളുടെ മുന്നിൽ സംജാതമാകുന്നതിന്റെ ലക്ഷണങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും വായിച്ചെടുത്ത അവർ വർദ്ധിത വീര്യത്തോടെ എന്തിനും തയ്യാറായി കാത്തിരിക്കുകയായിരുന്നു. ഇന്ത്യൻ സൈനിക ഇതിഹാസത്താളുകളിൽ രേഖപ്പെടുത്തിയ 2ാം ഇന്ത്യ ചൈന യുദ്ധം എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ട, വായു പോലും കടന്നു ചെല്ലാൻ മടിക്കുന്ന ഹിമാലയത്തിന്റെ സമുദ്രനിരപ്പിൽ നിന്നും 14,200 അടി മുകളിലുള്ള പ്രദേശത്ത് വെച്ച് അന്നത്തെ ആണവ ശക്തികളിലൊന്നായ ചൈനയുടെ അതിക്രമത്തെ മുട്ടുകുത്തിച്ച, അവരുടെ അതിർത്തിയിലെ അഹങ്കാരം അവസാനിപ്പിച്ച, പിന്നീട് പതിറ്റാണ്ടുകളോളം ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നുകയറാൻ ചൈനയെ ഭയപ്പെടുത്തിയ ഇന്ത്യൻ തിരിച്ചടിയുടെ ആരംഭമായിരുന്നു അത്. ചൈനയുടെ നിരന്തരമായ പ്രകോപനങ്ങളും വെല്ലുവിളികളും ഈ സംഘർഷത്തിലേക്ക് നയിച്ചതിൻ്റെയും ഇന്ത്യയുടെയും സേനയുടെയും അഭിമാനം വീണ്ടെടുത്ത ഈ സൈനിക നീക്കത്തിൻ്റെയും ദുഷ്കരമായ സാഹചര്യത്തിലും മികച്ച തന്ത്രങ്ങളും പോരാട്ടവീര്യവും സൈനികരുടെ മനക്കരുത്തും രാജ്യസ്നേഹവും ഒന്നുകൊണ്ട് മാത്രം തങ്ങളെക്കാൾ ശക്തിയുള്ള ശത്രുവിനെ തുരുത്തി ലോകത്തെ അതിശയിപ്പിച്ച അവിസ്മരണീയ യുദ്ധവിജയത്തിന്റെ സംഭവ വികാസങ്ങളുടെ നാൾ വഴികളിലേക്ക് നമുക്ക് ഒന്നിരിക്കാം. 1962 സഹോദര രാഷ്ട്രമെന്ന് കരുതിപ്പോന്ന ചൈന പുടുന്നനെ കടന്നാക്രമിച്ചപ്പോൾ പതറിപ്പോയ ഇന്ത്യ പക്ഷേ ആ വീഴ്ചയെ ഒരു പാഠമായി ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. അന്നത്തെ ഭരണ സൈനിക നേതൃത്വം ഇനി ഇങ്ങനെ ഒരു അപമാനം ഇന്ത്യക്ക് ഉണ്ടാകരുതെന്ന് തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അതിന്റെ മുന്നോടിയായി ഇന്ത്യയുടെ സൈന്യത്തെ ശക്തിപ്പെടുത്താനും ആധുനികവൽക്കരിക്കാനും യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ അവർ ആവിഷ്കരിച്ചു. ഈ കാര്യക്ഷമമായ നടപടികൾ അതിവേഗം ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും അറിയാതെ ചൈനയ്ക്ക് മുന്നിൽ വീണുപോയ ഇന്ത്യയെ വളരെ വേഗം കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന ധാരണയിൽ അമേരിക്കയുടെ പരിപൂർണ പിന്തുണയോടുകൂടി അവർ നൽകിയ അന്നത്തെ അത്യാധുനിക ടാങ്കുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് ഇന്ത്യയെ 1965 കടന്നാക്രമിച്ച പാകിസ്ഥാനാണ് മുഖം മാറിയ ഇന്ത്യയുടെ ആദ്യത്തെ ചൂടറിഞ്ഞത്. സുശക്തമായി കെട്ടിപ്പടുക്കപ്പെട്ട പുതിയ ഇന്ത്യൻ സേന പാകിസ്ഥാന്റെ അത്യാധുനിക ടാങ്കുകളെ വെറും മോട്ടാറുകൾ ഉപയോഗിച്ചും തന്ത്രപരമായി ചതുപ്പുകളിൽ തന്ത്രപരമായി അകപ്പെടുത്തി വളഞ്ഞിട്ട് ആക്രമിച്ച് തകർത്തു കളഞ്ഞും ആകാശത്ത് ആധിപത്യമുണ്ടായിരുന്ന പാകിസ്ഥാന്റെ അമേരിക്കൻ നിർമ്മിത അത്യാധുനിക വിമാനങ്ങളെ വെറും നെട്ടർ വിമാനങ്ങൾ ഉപയോഗിച്ച് കെണിയിൽപ്പെടുത്തി വെടിവെച്ചിട്ടും ലാഹോറിൽ വരെ ആക്രമണം നടത്തിയും പാകിസ്ഥാനെ വശം കെടുത്തി. അവരുടെ 200ഓളം സ്ക്വയർ മൈൽ പ്രദേശം പിടിച്ചെടുക്കുകയും കറാച്ചി തുറമുഖം ഉപരോധിക്കുകയും ചെയ്തു. 1962 നഷ്ടപ്പെട്ട ആത്മവിശ്വാസം ഈ ഒരൊറ്റ യുദ്ധത്തിലൂടെ ഇന്ത്യ തിരിച്ചു പിടിച്ചു. പാകിസ്ഥാന്റെ തോൽവി മണത്ത ചൈന അവരെ സഹായിക്കാനും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനും അന്ന് ഇന്ത്യൻ സംരക്ഷിത നാട്ടുരാജ്യമായിരുന്ന ഇന്നത്തെ സിക്കിം സംസ്ഥാനത്തിന്റെ അതിർത്തിയിലെ നാഥൂല, ജലബ്ല മലമ്പാതകൾ ഒഴിയാൻ അന്ത്യശാസനം നൽകി. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ ശക്തമായ പിന്തുണ ഉണ്ടായിരുന്ന ഇന്ത്യ ചൈനയുടെ ഈ അവകാശവാദം അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, വേണമെങ്കിൽ ഒരു പോർമുഖം കൂടി ചൈനയ്ക്ക് നേരെ തുറക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു. ആ മലമ്പാതകൾ സംരക്ഷിച്ച 17ാം മൗണ്ട് ഡിവിഷൻ കമാൻഡർ മേജർ ജനറൽ സംഗത് സിംഗ് ഈ പാതകൾ വാട്ടർ ഷെഡിലാണെന്നും ഇന്ത്യയുടെ അവകാശമാണെന്നും 1 ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ചൈനീസ് അധികാരികളെ ആധികാരികമായി തന്നെ അറിയിച്ചു. അക്കാലത്ത് സോവിയറ്റ് യൂണിയനും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നതിനാലും ഇന്ത്യൻ സൈന്യത്തിന്റെ യുദ്ധമെങ്കിൽ യുദ്ധമെന്ന ഉറച്ച നിലപാടും അവരെ ഈ സമ്മർദ്ദ തന്ത്രത്തിൽ നിന്നും പിന്മാറാൻ നിർബന്ധിതരാക്കി. അതോടെ ആസന്നമായ പരാജയം ഏറ്റുവാങ്ങിയ പാകിസ്ഥാൻ തോൽവി സമ്മതിച്ച് ഇന്ത്യക്ക് മുൻപിൽ സന്ധി ചെയ്തു. എന്നാൽ അതിർത്തിയിൽ വിശാലമായ ലക്ഷ്യങ്ങളുള്ള ചൈന അധിനിവേശത്തിലേക്കുള്ള
പുതിയ പുതിയ ഗൂഢപദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടേയിരുന്നു. 1914 മക്മോഹൻ രേഖ അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന അവർ 1962 ഇന്ത്യയുടെ ഭാഗമായ അക്സായ് ചിൻ പിടിച്ചെടുക്കുകയും അരുണാചൽ, സിക്കിം പ്രദേശങ്ങളിൽ കടന്നു കയറുകയും ചെയ്തു. പിന്നീട് അവിടെ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയെങ്കിലും അവകാശവാദങ്ങൾ അവർ തുടർന്നുകൊണ്ടേയിരുന്നു. നാദൂല എന്നത് സിക്കിം ടിബറ്റ് അതിർത്തിയിലെ തന്ത്രപ്രധാനമായ മലമ്പാതയാണ്. പുരാതന ഗ്യാങ്ടോങ് യാറ്റൂങ് ലാസ വ്യാപാര പാതയിൽ ചൈനയുടെ ചുംബി തായ്വരയ്ക്ക് സമീപമാണ് ഈ പ്രദേശം. ഇതുകൂടി തങ്ങളുടെ പരിധിയിലായാൽ ഇന്ത്യയുടെ അരുണാചൽ അടക്കമുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഏക റോഡ് മാർഗമായ സിലിഗുരി നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന്, അതുവഴി ഇന്ത്യയെ തങ്ങളുടെ വരുതിയിലാക്കാമെന്നും അവർ കണക്ക് കൂട്ടിയിരുന്നു. ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിലും ഇന്ത്യയുടെ സംരക്ഷിത രാജ്യമായ സിക്കിമിന്റെ അതിർത്തികൾ സംരക്ഷിച്ചിരുന്നത് ഇന്ത്യൻ പട്ടാളമായിരുന്നു. 1962 യുദ്ധത്തിൽ നാദൂല പിടിച്ചെടുക്കാൻ ചൈനീസ് പട്ടാളം അതിർത്തി കടന്നെത്തിയെങ്കിലും പോരാട്ടമൊന്നും നടത്താതെ അവർ തിരിച്ചു പോവുകയായിരുന്നു. എന്നാലും ചൈനക്കാരുടെ ഈ ഭൂമിശാസ്ത്രപരമായ ദുരുദ്ദേശം മനസ്സിലാക്കിയ ഇന്ത്യൻ സേന ആ മേഖലകളിൽ നാൾക്കുനാൾ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ 1967 തുടക്കത്തിൽ പക്ഷേ ചൈന എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലുള്ള നീക്കങ്ങൾ ആ മേഖലകളിൽ ആരംഭിച്ചു. അതിന്റെ മുന്നോടിയായി നാദൂലായിലെ തർക്കപ്രദേശത്ത് തോടുകളും വഴികളും പാലങ്ങളും വെട്ടുകയും 29ഓളം ലൗഡ് സ്പീക്കറുകൾ പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ച് ഇന്ത്യക്കെതിരെ നിരന്തരം പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഇതിന്റെ മറുപടിയായി ഇന്ത്യൻ സേന അതിർത്തിയിൽ 3 പാളികളുള്ള വേലി നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതോടെ അതിർത്തിയിലെ കാര്യങ്ങൾ വഷളായി. ചൈനയുടെ ഈ നിരന്തര പ്രകോപനങ്ങളിൽ ഒരു സൈനിക നീക്കം മണത്ത നാദൂലായിലെ ഇന്ത്യൻ സൈനിക നേതൃത്വം അതിനെ പ്രതിരോധിക്കാനും വേണമെങ്കിൽ തിരിച്ചടിക്കാനുമുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. 3 റെജിമെന്റുകളിലായി ഏകദേശം 300 മുതൽ 400 സൈനികരാണ് അന്ന് ഇന്ത്യൻ ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. അവരെ തന്ത്രപരമായ മേഖലകളിൽ സംശയം തോന്നാത്ത രീതിയിൽ വിന്യസിക്കപ്പെട്ടു. ഹിമാലയൻ ഭൂമിശാസ്ത്രം മനഃപ്പാടമായിരുന്ന ആ മേഖലയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച മേജർ ജനറൽ സംഗത് സിംഗ്, സെബു, ഖമൽബാക്ക് എന്നീ ഉയർന്ന പ്രദേശങ്ങളിൽ ചൈനീസ് ബങ്കറുകളെ നേരിട്ട് ലക്ഷ്യമിടുന്ന രീതിയിൽ ഇന്ത്യൻ 105 mm ഫീൽഡ് ഗൺസും 120 mm മോർട്ടാറുകളും തന്ത്രപരമായി തന്നെ ഫീൽഡ് ചെയ്തു. ചെങ്കുത്തായ മലനിരകളും മഞ്ഞും പട്ടുകൂറ്റൻ മരങ്ങളും അടങ്ങുന്ന ആ ഉയർന്ന യുദ്ധഭൂമിയിൽ ടാങ്കുകൾക്കോ ഭീമൻ പീരങ്കികൾക്കോ യുദ്ധവിമാനങ്ങൾക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മേജറിന് അറിയാമായിരുന്നു. അതിനാൽ തന്ത്രപരമായ മേഖലകളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള നേരിട്ടുള്ള ആക്രമണങ്ങൾക്ക് മാത്രമേ ഫലവത്താവുകയുള്ളൂ എന്നും അദ്ദേഹം കണക്കുകൂട്ടി. അതിനുള്ള എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിക്കുകയും വേണമെങ്കിൽ ആർട്ടിലറി ഉപയോഗിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ അനുമതി തേടാൻ ഉയർന്ന ഉദ്യോഗസ്ഥരോട് അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അതിർത്തിയിൽ യാതൊരു പ്രകോപനവും സൃഷ്ടിക്കരുത് എന്നും സംയമനം പാലിക്കണമെന്നുമായിരുന്നു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം. ആർട്ടിലറി ഉപയോഗത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു നിർദ്ദേശവും അവർക്ക് ലഭിച്ചതുമില്ല. എന്നാൽ ചൈന ഇങ്ങോട്ട് ആക്രമിച്ചാൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ തിരിച്ചടിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും അവർക്ക് നൽകി. ഇതോടെ ആത്മവിശ്വാസം വർദ്ധിച്ച സൈനികർ എന്തും നേരിടാൻ തയ്യാറായി തന്നെ ഒരുങ്ങി നിന്നു. അങ്ങനെ അനിവാര്യമായ അഭിമാന പോരാട്ടത്തിന്റെ ദിവസം കുറിക്കപ്പെട്ടു. സെപ്റ്റംബർ 11, 1967 പുലർച്ചെ അതീവ ജാഗ്രതയിൽ ഇന്ത്യൻ സേന ചൈനീസ് ഔട്ട്പോസ്റ്റുകളിലെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് അതിർത്തിയിലെ വേലി നിർമ്മാണം പുനരാരംഭിച്ചു. സെക്കൻഡ് ഗ്രനേഡ്സിന്റെ ലഫ്റ്റനന്റ് കേണൽ റായ് സിംഗ് യാദവ് അടക്കം 100ഓളം സൈനികർക്കായിരുന്നു ഈ ദൗത്യത്തിന്റെ ഏർപ്പാടുണ്ടായിരുന്നത്. പൊടുന്നനെ ചൈനീസ് പൊളിറ്റിക്കൽ കമ്മീഷണർ റൈസിംഗ് റോങ് 200ഓളം PLA സൈനികരുമായി മാർച്ച് ചെയ്തെത്തി. വേലി നിർമ്മാണം ഉടൻ നിർത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ ഞങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശമാണ് നടപ്പാക്കുന്നതെന്നും നിങ്ങളുടെ ഉത്തരവ് അനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല എന്നും ഉടൻ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് തിരിച്ചു പോകണമെന്നും ഉറച്ച സ്വരത്തിൽ റൈസിംഗ് അവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവർ കടുത്ത വാഗ്വാദത്തിന് മുതിരുകയും അവിടങ്ങളിൽ പ്രകമ്പനം സൃഷ്ടിക്കുകയും ചെയ്തു. അതിനിടെ മുന്നോട്ട് കയറുമെന്ന് ബലം പ്രയോഗിച്ച് തങ്ങളുടെ ജോലി തടസ്സപ്പെടുത്താൻ ശ്രമിച്ച പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ ചൈനീസ് ഭടന്മാരെ ഇന്ത്യൻ ഭടന്മാർ കായികമായി തന്നെ നേരിട്ടു. തുടർന്ന് നടന്ന കയ്യാങ്കളിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ചൈനയുടെ പട്ടാളം അവരുടെ ബാരക്കുകളിലേക്ക് പിന്മാറി. മിനിറ്റുകൾക്കകം ചൈനീസ് കമാൻഡിംഗ് പോയിന്റിൽ നിന്നും ഒരു വിസിൽ മുഴങ്ങി.
അതോടെ വടക്കൻ മലഭാഗത്തെ PLA ബങ്കറിൽ നിന്നും മീഡിയം മെഷീൻ ഗൺ തുരുതുര വെടിയുതിർക്കാൻ തുടങ്ങി. തുറന്ന പ്രദേശത്ത് യാതൊരു മറയില്ലാതെ നിന്ന ഇന്ത്യൻ ജവാന്മാർക്ക് പ്രതികരിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ലഫ്റ്റനന്റ് കേണൽ റായ് സിംഗ് അടക്കമുള്ള 20ഓളം പേർ വെടിയേറ്റ് വീണു. ബാക്കിയുള്ളവർ പിൻവലിഞ്ഞുകൊണ്ട് പ്രത്യാക്രമണത്തിലുള്ള പൊസിഷനുകളിൽ സ്ഥാനമുറപ്പിച്ചു. വെടിയേറ്റ് വീണിട്ടും കേണൽ റായ് സിംഗ് തിരിച്ചടിക്കാനുള്ള ഉത്തരവ് നൽകി. എന്നാൽ ബങ്കറിൽ നിന്നും തീ തുപ്പുന്ന മെഷീൻ ഗണ്ണിനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രത്യാക്രമണം നടത്തുക എന്നത് ആത്മഹത്യാപരമായിരുന്നു. അതിനു ശ്രമിച്ച ചില സൈനികർ കൂടി വെടിയേറ്റപ്പോൾ 2 ഗ്രനേഡ്സിന്റെ ക്യാപ്റ്റൻ PS ദാഗർ ഒരു ധീരമായ തീരുമാനമെടുത്തു. PLAയുടെ MMG ബങ്കർ തകർക്കുക. തീർത്തും ആത്മഹത്യപരമായ ആ തീരുമാനം പക്ഷേ അപ്പോൾ അത്യന്താപേക്ഷിതമായിരുന്നു. 10 ജവാന്മാരുമായി അദ്ദേഹം ദുർഘടകമായ മലഞ്ചെരുവിലൂടെ ഇഴഞ്ഞ് മഞ്ഞിന്റെ മറവിൽ ഹാൻഡ് ഗ്രനേഡുമായി ബങ്കറിന്റെ സമീപത്തെത്തി. ഒരു ഗ്രനേഡ് എറിഞ്ഞെങ്കിലും പൂർണ്ണമായി ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതോടെ ശത്രുക്കളുടെ കണ്ണിൽപ്പെട്ട അദ്ദേഹം PLAയുടെ പ്രത്യാക്രമണത്തിൽ വീരമൃത്യു വരിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ മറ്റു ചില സൈനികരും മരണപ്പെട്ടു. പക്ഷേ അദ്ദേഹം എറിഞ്ഞ ആ ഗ്രനേഡ് ബങ്കറിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ഉയർന്ന പുകയിൽ മെഷീൻ ഗൺ ഉപയോഗിക്കാൻ കഴിയാതെ വരികയും ചെയ്തു. ഈ അവസരം മുതലാക്കിയ ഇന്ത്യൻ സൈനികർ ശക്തമായ പ്രത്യാക്രമണം ആരംഭിക്കുകയും തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ നിന്ന് ചൈനീസ് ഭടന്മാരെ ലക്ഷ്യം വെക്കാനും തുടങ്ങി. 18ാം രജപുത്ര റെജിമെന്റിന്റെ മേജർ ഹർഭജൻ സിംഗ് 20 ജവാന്മാരുമായി PLAയുടെ 2ാമത്തെ MMG ബങ്കറിന് നേരെ ഇതേ രീതിയിലൂടെ ആക്രമണം നടത്തി. ശത്രുവിന്റെ വെടിയുണ്ടകളിലൂടെ അദ്ദേഹം ബങ്കറിന്റെ പിറകുവശത്തിലൂടെ പ്രവേശിക്കുകയും ആ ഇടുങ്ങിയ കെട്ടിടത്തിനുള്ളിൽ അവരുമായി നേർക്കുനേർ ഹാൻഡ് ടു ഹാൻഡ് പോരാട്ടം നയിക്കുകയും ചെയ്തു. മെഷീൻ ഗണ്ണിന്റെ പ്രവർത്തനം നീണ്ട പോരാട്ടത്തിന്റെ ഒടുവിൽ മരിച്ചു വീഴുന്നതുവരെ തടസ്സപ്പെടുത്താൻ അദ്ദേഹത്തിനും കൂട്ടാളികൾക്കും കഴിഞ്ഞു. ഈ അവസരങ്ങളിലെല്ലാം ഇന്ത്യൻ പട്ടാളം കടുത്ത പ്രത്യാക്രമണം നടത്തുകയായിരുന്നു. എന്നാൽ ബങ്കറുകൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്ന ചൈനീസ് പട്ടാളത്തിനെതിരെ പരമ്പരാഗതമായ റൈഫിളുകൾ കൊണ്ടുള്ള ആക്രമണം അത്ര ഫലപ്രദമായിരുന്നില്ല. ക്യാപ്റ്റൻ ദഗ്ഗറും മേജർ സിംഗിന്റെയും രക്തസാക്ഷിത്വത്തിലൂടെ വരുത്തിയ ചില നാശനഷ്ടങ്ങളല്ലാതെ ചൈനീസ് ഭാഗത്ത് കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ത്യൻ ഭാഗത്ത് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മെഷീൻ ഗണ്ണുകൾ തീത്തുപ്പാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണെന്നും തന്റെ സൈനികർ ധീരമായി ചെറുത്തു നിൽക്കുന്നുണ്ടെങ്കിലും അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും മേജർ ജനറൽ സാങ്കത് സിംഗിന് മനസ്സിലായി. അതോടെ ഇന്ത്യൻ സൈനിക ചരിത്രത്തിൽ ആരുമെടുക്കാത്ത ഒരു ധീരമായ തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടു. അത് ഈ പോരാട്ടത്തിൽ നിർണായകമാകുകയും ചെയ്തു. ആർട്ടിലറി ഉപയോഗിക്കാൻ പ്രധാനമന്ത്രിയുടെ അനുമതി വേണമെന്ന കർശന നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും ഓരോ നിമിഷവും ജവാന്മാർ വീഴുന്നത് കണ്ട അദ്ദേഹം ആർട്ടിലറിയെ വിന്യസിക്കാനും വെടിവെക്കാനും ഉത്തരവിട്ടു. അതുമൂലമുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചൊന്നും അദ്ദേഹം ആലോചിച്ചതേയില്ല. നേരത്തെ സ്ഥാപിച്ച സെബുലായിലെ 105 mm ഗൺസ് 120 mm മോട്ടാറുകളും PLAയുടെ ബങ്കറുകളെ ലക്ഷ്യമിട്ട് വെടിയുതിർത്തു. ഹിമാലയത്തിന്റെ തന്ത്രപരമായ ഉയർന്ന പ്രദേശത്ത് വിന്യസിച്ചതിനാൽ മോർട്ടാറുകളുടെ പ്രഹരം കൃത്യവും ശക്തവുമായിരുന്നു. PLA ബങ്കറുകളും അവരുടെ ശക്തികളായ മെഷീൻ ഗണ്ണുകളും ഒന്നൊന്നായി ചിന്നിച്ചിതറി തകർന്നുപോയി. പകച്ചുപോയ ചൈനീസ് പട ചിതറി മാറി. ഇങ്ങനെ ഒരു ആക്രമണം ചൈനക്കാർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതുവരെ അവർ നേടിയ മേൽക്കൈ മുഴുവൻ അതോടെ നഷ്ടപ്പെട്ടു. ശത്രുവിന്റെ ശക്തി ക്ഷയിച്ചു എന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ പട രണ്ടും കൽപ്പിച്ച് ചൈനീസ് നിരയിലേക്ക് ഇടിച്ചു കയറി. ഗത്യന്തരമില്ലാതെ ചൈനക്കാരും ബങ്കർ വിട്ട് ബയണറ്റ് ഘടിപ്പിച്ച തോക്കുകളുമായി ഇന്ത്യൻ മേഖലകളിലേക്ക് കുതിച്ചു വന്നു. എന്നാൽ കുക്രി പോലുള്ള ചെറിയ കത്തികൾ ഉപയോഗിക്കുന്ന ഗൂർഖ റൈഫിൾസിന്റെ അതിസാമർഥ്യവും അവരുടെ സ്വതസിദ്ധമായ കഴിവും ബയണറ്റിനേക്കാൾ മേൽക്കൈ ഇന്ത്യൻ സൈന്യത്തിന് നൽകി. അവരുടെ മുന്നിൽ PLAക്ക് യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല. ഗൂർഖകളുടെ ശക്തമായ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ പോലും PLAക്ക് കഴിഞ്ഞില്ല. ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയാതെ അവർ പ്രതിരോധത്തിലായി. ഗൂർഖ ജവാൻ നായിക് അടക്കമുള്ള ഗൂർഖ ഭടന്മാർ 3 വരെ PLA സൈനികരെ ഒറ്റക്ക് നേരിടുന്നത് വളരെ വ്യക്തമായി പുറത്തുനിന്ന് കാണാമായിരുന്നു. ബയണറ്റുകളെക്കാൾ വേഗത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്ന കുക്രി അസാമാന്യ മികവോടുകൂടി ഗൂർഖകൾ ഉപയോഗിച്ചതോടുകൂടി ഈ ആക്രമണത്തിൽ ഇന്ത്യക്ക് വ്യക്തമായ മേൽക്കൈ നൽകി. 3 ദിവസത്തെ തീവ്രമായ പോരാട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ PLA ഒടുവിൽ പിന്മാറി.
അവർ സ്വമേധയാ സെപ്റ്റംബർ 15 വെടിനിർത്തലിനുള്ള സന്നദ്ധ അറിയിക്കുകയും ചെയ്തു. തീവ്രമായ പോരാട്ടമായതിനാൽ ഹെഡ്ക്വാർട്ടേഴ്സുമായുള്ള കാര്യമായ ആശയവിനിമയം നടക്കുകയോ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ ചെയ്തിരുന്നില്ല. അതിനാൽ തന്നെ ഇരു സൈന്യങ്ങൾക്കും പോഷക സൈന്യമോ ഒന്നും തന്നെ ലഭിച്ചതുമില്ല. മരണം അല്ലെങ്കിൽ വിജയം, ഇതായിരുന്നു ഇന്ത്യയുടെ നിലപാട്. വെടിനിർത്തൽ നിലവിൽ വന്നതോടുകൂടി ബങ്കറുകൾ വിട്ട് ചൈനീസ് പട്ടാളം സുരക്ഷിതമായ അവരുടെ അതിർത്തിയിലേക്ക് പിൻവാങ്ങി. ഈ വീരോചിതമായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് 88 ജവാന്മാരെ നഷ്ടപ്പെട്ടു. 163 പേർക്ക് പരിക്കേറ്റു. ചൈനയുടെ 340 സൈനികരെ നഷ്ടപ്പെട്ടതായും 450-ലധികം പേർക്ക് പരിക്കേറ്റതായും കരുതപ്പെടുന്നു. നാദൂലായിലെ അപ്രതീക്ഷിതമായ പരാജയം PLAയുടെ അതിർത്തിയിലെ അപ്രമാദിത്വത്തിന് മുകളിലുള്ള ഒരു അടിയായിരുന്നു. നാദൂലായിൽ തങ്ങളുടെ എല്ലാ സൈനിക വിന്യാസങ്ങളും തകർന്നതിനാൽ അവിടെ കേന്ദ്രീകരിച്ച് വീണ്ടും ഒരു ആക്രമണം തീർത്തും ദുഷ്കരമാണെന്ന് അവർ മനസ്സിലാക്കി. മാത്രമല്ല, ഇന്ത്യയുടെ പീരങ്കികൾ അപ്പോഴും തന്ത്രപ്രധാന മേഖലകളിൽ തന്നെ നിലയുറപ്പിച്ചിരുന്നു. ഉയർന്ന പ്രദേശമായതിനാൽ യുദ്ധവിമാനങ്ങൾ വഴി അവ നശിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഈ നാണക്കേടിനെ തിരിച്ചടി കൊണ്ട് മറികടക്കാൻ തന്നെ പീപ്പിൾ ലിബറേഷൻ ആർമി തീരുമാനിച്ചു. അവർ അതിന് കണ്ടെത്തിയ പ്രദേശമായിരുന്നു ചോല. നാദൂലായിൽ നിന്നും വടക്കോട്ട് മാറി ഉള്ള ഒരു ചുരപ്രദേശമായിരുന്നു ചോല. അവിടെ ഇന്ത്യൻ സാന്നിധ്യം കുറവായിരിക്കും എന്ന് കണക്ക് കൂട്ടിയ അവർ ഒക്ടോബർ 1 അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്തു. എന്നാൽ ഇത് മുൻകൂട്ടി കണ്ട ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗം അവിടങ്ങളിലേക്ക് 711 ഗൂർഖ റൈഫിൾസിന്റെ 100 മുതൽ 150 ജവാന്മാരെ നിയോഗിച്ചിരുന്നു. 200 മുതൽ 300 പീപ്പിൾ ലിബറേഷൻ ആർമി സൈനികർ ചോലയിലെത്തിയപ്പോഴേക്കും തന്ത്രപരമായ ഉയർന്ന പ്രദേശങ്ങളിൽ ഇന്ത്യൻ സൈനികർ നിലയുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അതോടെ പ്രകോപിതരായ ചൈനീസ് സൈന്യം ഇന്ത്യൻ സൈന്യത്തോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു. അത് അവരുടെ സ്ഥലമാണെന്നും അവർ ആജ്ഞാപിച്ചു. എന്നാൽ അത് നിരസിച്ച ഇന്ത്യൻ സൈന്യത്തിന് നേരെ അവർ വെടിയുതിർത്തുകൊണ്ട് തന്നെ മലമുകളിലേക്ക് കുതിച്ചു. ഇന്ത്യൻ പട്ടാളം തിരിച്ചു വെടിവെച്ചു. പക്ഷേ ഇരുവശത്തും ആൾനാശമുണ്ടായെങ്കിലും ചൈനക്കാർ ഇന്ത്യയുടെ സൈനിക നിരയുടെ അടുത്ത് വരെ എത്തി. വീണ്ടും ഒരു നേർക്കുനേരുള്ള പോരാട്ടത്തിന് അവിടെ കളമൊരുങ്ങുകയും ചെയ്തു. നാദൂലായിൽ പങ്കെടുക്കാത്ത ചൈനീസ് സൈനികർക്ക് ഗൂർഖ റൈഫിൾസിന്റെ ഗുക്രി കത്ത് പ്രയോഗത്തെപ്പറ്റി അറിയില്ലായിരുന്നു. വിദഗ്ധമായ രീതിയിൽ ഗൂർഖകൾ ഗുക്രി വീശിയതോടെ PLAക്ക് വീണ്ടും ഒരിക്കൽ കൂടി മറുപടിയില്ലാതെയായി. അവർ ചൈനീസ് പട്ടാളത്തെ അരിഞ്ഞു വീഴ്ത്തി. വൈകുന്നേരമായിട്ടും ഒരു അടി പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ പ്രതിസന്ധിയിലായ ചൈനീസ് കമാൻഡർ കൂടുതൽ സേനയെ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ നീക്കം കൃത്യമായി തിരിച്ചറിഞ്ഞ ഇന്ത്യൻ ആർട്ടിലറി സർവീസ് വീണ്ടും നിർണായകമായി. 105 mm ഗൺസ് PLAയുടെ ഈ റീപ്ലേസ്മെന്റ് സൈനിക വാഹനങ്ങളെയും പാതകളെയും തകർത്തു കളഞ്ഞു. അതോടെ ഗതിമുട്ടിയ PLA സൈനികർ ചൈനീസ് അതിർത്തിയിലേക്ക് തിരിഞ്ഞോടി. ഇന്ത്യയുടെ വീരന്മാർ ത്രിവർണ പതാക അതിർത്തിയിൽ നാട്ടി. ഗൂർഖകൾ ഗുക്രിയുമായി ആനന്ദ നൃത്തം ചവിട്ടി. ഒരൊറ്റ ദിവസം കൊണ്ട് ചൈനീസ് പടയെ അതിർത്തിയിൽ നിന്നും 3 കിലോമീറ്റർ അപ്പുറത്തേക്ക് അവർ പിന്തള്ളി കഴിഞ്ഞിരുന്നു. നാദൂലായിലെയും ചോലായിലെയും ഈ പോരാട്ട വിജയങ്ങൾ 1962 ഇന്ത്യക്ക് നഷ്ടപ്പെട്ട സൈനിക ആത്മവിശ്വാസത്തിന്റെ വീണ്ടെടുപ്പായിരുന്നു. PLAയുടെ നിരുപാധിക പിന്മാറ്റം ആ മേഖലകളിൽ ഇന്ത്യയുടെ തന്ത്രപരമായ മേൽക്കൈ സുശക്തമാവുകയും സിക്കിമിന്റെ പൂർണ്ണ സുരക്ഷ ഉറപ്പാവുകയും ചെയ്തു. തുടർന്ന് 1975 സിക്കിം ഇന്ത്യയിൽ ലയിച്ചു. ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായി മാറുകയും ചെയ്തു. പിന്നീട് 2020 വരെ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് എത്തിനോക്കാൻ പോലും ചൈന ഭയപ്പെട്ടിരുന്നു. അതുപോലെ 1971 പാകിസ്ഥാൻ യുദ്ധത്തിൽ, ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പോലും ചൈന ഇടപെടാതിരുന്നത് ഈ 67 തിരിച്ചടികളുടെ ഓർമ്മകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ വീരോചിതമായ പോരാട്ടത്തിൽ വീരമൃത്യു വരിച്ചവർക്കും പടപൊരുതിയവർക്കും അർഹമായ സ്ഥാനങ്ങളും ബഹുമതികളും പുരസ്കാരങ്ങളും നൽകി ഇന്ത്യ ആദരിച്ചു. 62 ഇന്ത്യക്കെതിരെ പട നയിച്ച മാവോയും ഷോ എൻലായിയും ജീവിച്ചിരിക്കെ തന്നെ 67 ആയുധശേഷിയും ബൃഹത്തായ സൈന്യവും ശക്തമായ ആയുധശേഷിയും ഉണ്ടായിരുന്നിട്ടും ചൈനയെ ആത്മവീര്യവും ദേശസ്നേഹവും മികച്ച തന്ത്രങ്ങളും ഭൂമിശാസ്ത്രപരമായ അറിവും സമന്വയിപ്പിച്ച് തറപറ്റിച്ച ഈ ഉജ്ജ്വല പോരാട്ടം പക്ഷേ വേണ്ട രീതിയിൽ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നത് സംശയമാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഈ സംഭവം
ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ്.